വേദിയിലേക്ക് ന്യൂട്ടൺസിന്റെ അവാർഡ്സ്, എക്സലൻസ് അവാർഡ്സിന്റെ ഈ വേദിയിലേക്ക് നമ്മുടെ സ്വന്തം നസ്ലിൻ കടന്നവരാണ്. അപ്പൊ എല്ലാവരും നല്ലൊരു കൈ കൊടുത്തേ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ന്യൂട്ടൺസ് അവാർഡ്സ് ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടന്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ട്, തൊട്ട് കയ്യിൽ അപ്പുറത്ത് ഒരു മൊബൈലുണ്ട്. എന്തിനാണ് ചേട്ടാ രണ്ടും ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം? എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഈ പരിപാടിക്ക് വന്ന സ്ഥിതിക്ക് എന്തായാലും ആളുകൾ എന്നെ നിരീക്ഷിക്കും. എനിക്ക് മനസ്സിലായി ഞാൻ ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെ ആവാത്തോണ്ടായിരിക്കും നിങ്ങൾ കൈയടിക്കാത്തല്ലേ. ചേച്ചി കണ്ട ചേച്ചി, എന്റെ ഫാൻസാണ് ഈ ആലുവ മൊത്തം അല്ലേ? ഒന്ന് കൂവിക്ക. അതാണ്. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു സീക്രട്ട് എനിക്ക് പറയാനുണ്ട്. എന്നെ കോപ്പി അടിച്ചിട്ടാണ് ആസിഫ് അലിക്ക അഡിയോ അമിഗോസിൽ വലിയ സ്റ്റാർ ആയത്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ചേട്ടൻ അറിയോ? അഡിയോ അമിഗോസ് കണ്ടാണ്? അഡിയോ അമിഗോസ് ഒന്ന് ഇങ്ങോട്ട് വരും. ഒന്നും കുഴപ്പമില്ല. അഡിയോ അമിഗോസിൽ നമ്മുടെ ആസിഫ് അലിക്ക എങ്ങനെയാണ് ഡയലോഗ് പറയണേ? എന്റെ ബോസ്, ഈ പ്രശ്നം കണ്ടില്ല, നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം കണ്ടില്ല, മനസ്സിലായ? ഈ ഡയലോഗ് എങ്ങനെയാണ്? എന്നെ കോമഡി എന്ത് പണ്ടാരാണവൻ, ഒരുമാതിരി ചാടി ചെന്ന വഴിക്കൊരു പഞ്ച് ഡയലോഗ്. ഇത് കോപ്പി അടിച്ചാണ്. എന്തായാലും കുഴപ്പമില്ല. ഈ വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇപ്പൊ എല്ലായിടത്തും ലഹരിയാണല്ലോ മെയിൻ. നമ്മുടെ ലഹരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരേ ഒരു താരമേ മനസ്സിലേക്ക് ഓടി വരുള്ളൂ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ക്ലാരിറ്റി ആയിട്ട് സംസാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഷൈൻ ടോൺ ചാക്കോ ചേട്ടന്റെ വേദിയിലേക്ക് വിളിക്കും. എല്ലാവർക്കും നമസ്കാരം. എനിക്കറിയാം ഇത് പഴയ ഷൈൻ ടോൺ ചാക്കോയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പഠിച്ചു വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും ലഹരി ഉപയോഗിക്കാതിരിക്കുക. ലഹരി വിമുക്തമായ ഭാരതമാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്തായാലും ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിയാം. നമ്മൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ് അല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ട. ഇപ്പൊ ഈ ഷൈൻ ടോൺ ചാക്കോ ഒരു വേദിയിൽ വന്നാൽ, ഒരു ഷൈൻ ടോൺ ചാക്കോ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഷൈൻ ടോൺ ചാക്കോട് ആരും ചോദിക്കില്ല പുതിയ സിനിമ ചോദിക്കില്ല. എന്താ ചോദിക്കണമെന്ന് അറിയോ? നിങ്ങളൊന്നും മിണ്ടാത്തന്നെ അറിയോ? അറിയില്ല. എന്താ ചോദിക്കണത്? നീ ഏസാനാണ് അടിച്ചേ. ഈ കുറെ നേരമാണ് എന്നെ പുറകെ. ഈ വനിതാവിനിതയിലും നിൽക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു പരിപാടിയാണ് മോനെ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദിയും ഒക്കെയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങളുടെ സ്വന്തം ജോജി ചേട്ടനുണ്ട്. ജോജി ചേട്ടനെ കൂട്ടി വിളിക്കാം. നല്ലൊരു കൈഡ് കൊടുക്കുക ജോജി ചേട്ടന്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ സിനിമകൾ നിങ്ങളെല്ലാവരും കാണാറില്ല. ഇത് ഫ്രണ്ടിലിരിക്കുന്ന അധ്യാപകരാണോ കുട്ടികളാണോ എനിക്കറിയില്ല. നിങ്ങൾ സ്റ്റാർമാരാണോ? നിങ്ങൾ എൻ്റെ സിനിമകൾ കാണിച്ചു കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക്? നിനക്കെന്നെ അറിയോ? നിങ്ങളെ കണ്ടോ? ഞാനാരാ? തങ്കന്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി തരാട്ടോ വണ്ടി. ഓക്കെ. അപ്പൊ എന്റെ പണി സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടോ? പണി സിനിമ കണ്ടോ? പണി സിനിമയിലെ വില്ലന്റെ പേരാണ് സാഗറാണ്. അപ്പൊ സാഗറിനെ ഇങ്ങോട്ട് വിളിക്കാൻ. ഗിരിയേട്ടൻ എന്തുട്ടാ സെറ്റപ്പ്? റോപ്പ് വിലങ്ങ്. സുനി ആരടാ? സുനിയൊക്കെ തട്ടി. ഞാനാടാ? ഞാനെന്റെ അപ്പനെ തന്നെ. നീ ആര്? ഡോണാ? ഞാനാടാ ഡോൺ സെബാസ്റ്റ്യൻ.
അപ്പൊ എല്ലാവർക്കും നന്ദി. എൻ്റെ മോളു ഒന്നുമില്ല, ഞാനിവിടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. ചേച്ചിമാരെ, ചേട്ടന്മാരെ, നമ്മൾ ഇൻസ്റ്റാഗ്രാം എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്മളെ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ പറയുന്നതിലൊക്കെ നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. നമുക്ക് നല്ല ഇന്ററാക്റ്റീവായിട്ട് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാം. തോന്നാറില്ലേ? തോന്നാറുണ്ട്. നമ്മളിപ്പോൾ സങ്കടത്തിലിരിക്കുവാണെങ്കിൽ സങ്കടമായിട്ടുള്ള റീൽസ് കാണിക്കും. നമ്മൾ വിശന്നിരിക്കുവാണെങ്കിൽ ഫുഡിനെ പറ്റിയുള്ള റീൽസ് കാണിക്കും. നമുക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ ഈ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് റീൽസ് വരും. നമുക്ക് വളരെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് വരുന്ന ഒരു റീൽസ് എന്ന് പറയുന്നത് ഒരു മൊട്ടത്തലയും ചേട്ടൻ അറിയോ? ഷിനോദ് സവാരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്ത് സങ്കടമുള്ള കാര്യങ്ങളും ടീച്ചറല്ലേ? ഓക്കെ, ഏത് സങ്കടമുള്ള കാര്യങ്ങൾ ഇപ്പൊ ചേച്ചിക്ക് എന്തൊരു സങ്കടം ഉണ്ടെങ്കിലും ആള് സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചിട്ടേ പറയുള്ളൂ. അതെങ്ങനെയാന്ന് വെച്ചാൽ ഷിനോദ് സവാരിയുടെ ശബ്ദം എങ്ങനെയാണ്? നിങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വാർത്ഥതയ്ക്ക്, ചതിക്ക്, കുഞ്ഞുങ്ങൾ കൊല്ലുന്നതിലുള്ള അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ള നാടാണത്. അതുകൊണ്ട് എല്ലാവരും ജീവിക്കാൻ അനുവദിക്കുക. നന്ദി, നമസ്കാരം. ഇങ്ങനെ ഭയങ്കര ബെല്ലം പിടിച്ച് സംസാരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ ശബ്ദത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയാണ്. നമുക്ക് നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ശബ്ദത്തിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും എന്തെങ്കിലും പറയുകയാണെങ്കിൽ എസ് പറയുകയാണെങ്കിൽ ഞാൻ പറയും എസ് എന്ന് പറയും. പക്ഷെ മുതുകാട് സാർ എസ് പറയുന്നത് ഇങ്ങനെയാണ്, യെസ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ന്യൂട്ടൻസിൻ്റെ ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു മാജിക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളരെ സുന്ദരിയായ ഒരു കുട്ടി ഇവിടെ ഉണ്ട്, വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കമോൺ. നല്ലൊരു കൈഡ് കൊടുക്കൂ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരു വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് വിളിക്കുകയാണ്. എന്താണ് കുട്ടിയുടെ പേര്? അനൂപ. ഓക്കെ, അനൂപയ്ക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ രീതിയിൽ കണ്ടു. അനൂപയ്ക്ക് ഇന്നൊരു ഹിപ്നോട്ടിസാണ് ചെയ്യാൻ പോകുന്നത്. അനൂപ എന്നെ കയ്യിൽ പിടിക്കുക, കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ച ശേഷം മനസ്സിൽ ഒരു പാട്ട് ധ്യാനിക്കുക. ഓക്കെ, മനസ്സിൽ പാട്ട് ധ്യാനിക്കുന്നു. യെസ് യെസ് യെസ്. ഇപ്പോൾ അനൂപ മനസ്സിൽ വിചാരിച്ച പാട്ട് ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. റെഡിയാണോ? ഓ അണ്ട മാമ, അണ്ട മാമ. ഈ പാട്ടല്ലേ മനസ്സിൽ ധ്യാനിച്ചത്? ഓ മൈ ഗോഡ്, ഈ പാട്ട് തന്നെയാണ് മനസ്സിൽ ധ്യാനിച്ചത്. ഇത് തന്നെയാണ്. ഓ മൈ ഗോഡ്, എല്ലാവരും നല്ലൊരു കൈ അടിക്കാൻ. എൻ്റെ മാജിക് വിജയിച്ചിരിക്കുന്നു. ഇത്രയും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് നന്ദി, നമസ്കാരം, താങ്ക് യു. നല്ലൊരു കൈ കൊടുക്കാം അനൂപയ്ക്ക്. സത്യം പറ, ഏത് പാട്ടാ മനസ്സിലായി? പറഞ്ഞിട്ട് പോയാൽ മതി. ഒന്നും വിചാരിച്ചില്ലായിരുന്നു. ആളൊന്നും വിചാരിച്ചില്ല. നമ്മളെ എന്തായാലും ചേച്ചി രക്ഷപ്പെടുത്തി, നമ്മളെ മുതുകാട് സാറിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ എന്തായാലും നല്ലൊരു കൈഡി കൊടുക്കാം അനൂപ മേഡത്തിന് നല്ലൊരു കൈഡി കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും ശബ്ദ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഇന്ദ്രൻ ചേട്ടൻ്റെ പഴയകാല ശബ്ദം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. പക്ഷേ 5-ാം പാതിര തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ മാറ്റുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഓരോ കൊലപാതകം കഴിഞ്ഞാൽ 1-2 കൊല്ലം അവധിയെടുക്കും. എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിച്ചു. ഉൾപ്പറേബിയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു. വേട്ട അവസാനിച്ചു ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. താങ്ക് യു സോ മച്ച്. പക്ഷേ ഈ ശബ്ദത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുന്നത് നമുക്ക് വടിവേലിന്റെ ശബ്ദം എടുക്കാം. എങ്ങനെയാ? நான் என்னையா சொல்றது? 4 கிழட்டு பசங்க கொலவரை கொடுத்து போனால கல்லால் எடுத்து கொண்டாடுங்க. என் பையன் உசுறுக்கல் கொடுத்துட்டு வீட்டுல மூச்சு பேசலாம கையெல்லாம் படுபடுத்து போய் கிடக்குறாயா. சும்மா விடக்கூடாதுயா, அவங்கள சும்மா விடக்கூடாது. താങ്ക് യു. ഇപ്പൊ തമിഴിന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ ഒരുപാട് സൂപ്പർ താരങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തമിഴ് ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് സേതുപതിയാണ്. വിജയ് സേതുപതിയുടെ ഫാൻസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പോവാം, നന്നായിട്ട് കൈയടിക്കാം. യാതൊരുവിധ നമ്മൾ
റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ഈ കുറച്ച് നിമിഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വിജയ് സേതുപതിയുടെ ഫാൻസ് അല്ലേ ഇവിടെ എല്ലാവരും? അല്ലേ? വിജയ് സേതുവിനെ ഈ വേദിയിലിട്ട് വിളിക്കട്ടെ. വിജയ് സേതുപതി വന്നാൽ ഇങ്ങനെയായിരിക്കും. எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி. ரொம்ப நல்லா இருக்கு, சந்தோஷமா இருக்கு. எனக்கு பாக்கி முடிச்சிட எங்க கேட்கல சத்தமா இப்படிதான். இதுதான் நம்மளோட நியூட்டன்ஸோட எனர்ஜின்னு பண்றதா. இதுதான் நம்ம சைலண்ட் பண்றது ரொம்ப நல்லது இல்லை. உங்களுக்கு தெரியுமா சார், நான் எங்கிருந்து வரேன்? நான் எங்கிருந்து வரேன் உங்களுக்கு சொல்ல முடியுமா? நான் எங்கிருந்து வரேன்? தமிழ்தானா? அப்படி நான் தமிழ்நாடு வந்துடுறேன். உங்களுக்கு தமிழ் தெரியுமா சார்? உங்களுக்கு தமிழ் தெரியுமா இல்லையா? நான் உங்களுக்கு கதை சொல்லட்டுமா? ஒரு கதை சொல்லட்டுமா? நான் ஒரு கதை சொல்லட்டுமா சார்? உங்களுக்கு கதை பிடிக்கும்ல? நான் ஒரு கதை சொல்லட்டுமா? எல்லாரும் நல்லா சேர்ந்து நல்லா கை தட்டுங்க. நான் ஒரு கதை சொல்ல போறேன். ஒரு நாள் புலி தோரத்தை அவோட வழி இடம் இல்லாமல் மேடம் தாண்டி செருவல் பார்க்க அங்கே ஒரு மரம் இருந்து இலை விட்டு கிளை விட்டு கடல் சிசுக்களை பிடிங்கி குடிச்ச தொங்க அந்த பிடிப்பு அப்படி தெரியும். என்னடா இலை பார்க்க நான் மேலே பார்க்க தேய்க்கூட இருந்தா அந்த தேய்க்கூட இந்த ஒரு நழுவியோடு என் வாக்கலத்தில் வந்து விழுந்தா மேலே புளி கீழே புள்ள எங்கிருந்தா வழுதா எல்லாம் தொங்க தெரிச்சு வைக்கிறாவ. இது மட்டும்தானா? இவ்வளோ மூச்சு போதுனா இவ்வளவு கஷ்டப்பட்டு கதை சொல்லும் போது நீங்க இதுல சைலண்டா இருந்தா எப்படி கதை சொல்லும்? நல்லா கூவுங்க, நல்லா கை தட்டுங்க. ரொம்ப சந்தோஷமா இருக்க. இதுல நியூட்ரன்ஸ்ல இருக்கிற எல்லாருக்கும் என்னுடைய எல்லா விஷயம் தெரிவிச்சிருக்கேன். நல்லா இருங்க. நீங்க மிகப்பெரிய இடத்துக்கு போனோம். நன்றி வணக்கம். உங்களுக்கு சொல்றதுக்கு நம்ம கமல் சார், உலக நாயகன் கமல் சார் இங்க இருக்காரு. ரொம்ப கைத்தட்டு கொடுக்குங்க. இந்த மாதிரி நேரத்தில் வீரையன் அடிக்கடி சொல்ற வார்த்தை என்று தெரியுமா? நான் பார்த்துக்கலாம். விளையாட்டை பற்றி நினப்பும் போது வெற்றியை பற்றி நினைப்பதில்லை, பிரமாதமாக விளையாடணும் அப்படி மட்டும்தான். இது இந்த மேடையில் வர்றது ரொம்ப சந்தோஷமான விஷயம், ரொம்ப மகிழ்ச்சி. எல்லாருக்கும் என்னுடைய நன்றி, வணக்கம். தேங்க்யூ.